അംബേദ്കർ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി വിവിധ സംഘടനകൾ ജയന്തി ആഘോഷിച്ചു. ജാതിബോധം വീണ്ടും പിടിമുറുക്കുന്ന കാലഘട്ടത്തിൽ അംബേദ്കർ ആശയങ്ങൾക്ക് കാലിക പ്രസക്തി കൂടുന്നതായി വിവിധ സംഘടനാ നേതാക്കൾ പറഞ്ഞു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൂടുതൽ പരിരക്ഷണം ആവശ്യമാണെന്ന പൊതുധാര സമൂഹത്തിൽ ഉണ്ടാവേണ്ടതും അനിവാര്യമാണ്. റിപ്പോർട്ടുകളിലേക്ക്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറുടെ 135ാം ജയന്തി ആഘോഷവേളയിൽ പോലും പട്ടികജാതിക്കാർക്ക് നേരെ അക്രമവും അരാജകത്വവും വർദ്ധിച്ചു വരികയാണെന്നും കഴിഞ്ഞ ദിവസം അഞ്ചരക്കണ്ടി കോളേജിൽ നടന്ന സംഭവത്തിന്റെ ഉത്തരവാദികളെ അറസ്റ്റ് ചെയ്ത് തുറങ്കിലടയ്ക്കണമെന്ന് KPMS തൃശൂർ ജില്ലാ ട്രഷറർ PC ബാബു KPMS 492 നമ്പർ പിണ്ടാണി കരിങ്ങിച്ചിറ ശാഖയിൽ അംബേദ്കർ ജയന്തി ആഘോഷം ഉദ്ഘാടനം ചെയ്ത് ഭരണകർത്താക്കളോട് ആവശ്യപ്പെട്ടു. ശാഖാ സെക്രട്ടറി UD സജീവൻ അധ്യക്ഷനായിരുന്നു. യൂണിയൻ ട്രഷറർ UV വിശ്വനാഥൻ, KK വിജയൻ, MK കുമാരൻ, സീതാ വാസു എന്നിവർ പങ്കെടുത്തു. ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ഓഫ് SC/ST ഓർഗനൈസേഷൻസ് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ അംബേദ്കറുടെ 135ാമത് ജയന്തി ആഘോഷിച്ചു. കൊടുങ്ങല്ലൂർ വടക്കേനടയിൽ നടന്ന ജയന്തി ആഘോഷം കാരവാൻ ദേശീയ ഉപദേഷ്ടാവ് ഡോക്ടർ ഭീം ജയരാജ് ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്തോഷ് കൊടുങ്ങല്ലൂർ അധ്യക്ഷനായി. വൈസ് പ്രസിഡന്റ് MK കുട്ടൻ, ധീവരസഭ സംസ്ഥാന നേതാവ് വേണു വെണ്ണറ, KPMS സംസ്ഥാന നേതാവ് KA രമേശൻ, ശർമിള സുമേഷ്, KV സുരേഷ് എന്നിവർ സംസാരിച്ചു. ജാത്യധിക്ഷേപത്തിനിരയായി രക്തസാക്ഷിത്വം വരിച്ച കണ്ണൂർ ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിനും കുടുംബത്തിനും നീതി ലഭിക്കാൻ പ്രക്ഷോഭ സമരവുമായി എല്ലാവരും ഉൾപ്പെടുത്തി ഏതറ്റം വരെയും കോൺഫെഡറേഷൻ മുന്നോട്ടു പോകുമെന്ന് നേതാക്കൾ പറഞ്ഞു. ചാലക്കുടി അംബേദ്കർ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സൗത്ത് ജംഗ്ഷനിലെ താക്കോൽക്കാരൻ പാർക്കിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ 135ാം ജയന്തി ആഘോഷിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ആലീസ് ഷിബു ഉദ്ഘാടനം ചെയ്തു. സമിതി സംസ്ഥാന പ്രസിഡന്റ് സുബ്രഹ്മണ്യൻ ഇരിപ്പശ്ശേരി അധ്യക്ഷനായി. ഡോക്ടർ ദിലീപ് കുമാർ S. കളപ്പുരയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. മഞ്ചേരി ജില്ലാ ജഡ്ജി S. രശ്മി മുഖ്യാതിഥിയായി. മുനിസിപ്പൽ കൗൺസിലർ VJ ജോജി, അഡ്വക്കേറ്റ് TK മനോജ്, TM രതീശൻ, VM കരീം, KC ശിവൻ, PC ശശി, TK മഹേന്ദ്രൻ എന്നിവർ സംസാരിച്ചു. സാംബവ മഹാസഭ ചാലക്കുടി യൂണിയന്റെ നേതൃത്വത്തിൽ ഡോക്ടർ ബി.ആർ. അംബേദ്കർ ജയന്തി ആഘോഷിച്ചു. സൗത്ത് ജംഗ്ഷനിൽ നടത്തിയ ചടങ്ങ് PK ശങ്കർദാസ് ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് മോഹനൻ പാട്ടാള അധ്യക്ഷനായി. KR രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. കലാഭവൻ ജയൻ, PK സാജൻ, VK മോഹനൻ, ലാലു ചാലക്കുടി എന്നിവർ സംസാരിച്ചു. ജാതീയമായിട്ടുള്ള പീഡനങ്ങൾ കേരളത്തിൽ തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ കേരളം നവോത്ഥാന മൂല്യങ്ങൾ തമസ്കരിക്കപ്പെട്ട് പോകുന്നതെങ്കിൽ ജാതിയുടെ പുറ്റുപിടിച്ച മനസ്സുള്ളവരെ കൈകാര്യം ചെയ്യുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറേണ്ടി വരുമെന്ന് KPMS സംസ്ഥാന സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട് അഭിപ്രായപ്പെട്ടു. KPMS കൊടകര യൂണിയൻ കമ്മിറ്റി സംഘടിപ്പിച്ച അംബേദ്കർ ജയന്തി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിതിൻ രാജിന്റെ മരണത്തിന് കാരണമായ സംഭവങ്ങളെക്കുറിച്ചും മാനേജ്മെന്റിന്റെ പങ്കിനെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണം. കുറ്റാരോപിതരായ അധ്യാപകർക്കും മാനേജ്മെന്റിനുമെതിരെ SC/ST അതിക്രമങ്ങൾ തടയാൻ നിയമപ്രകാരം കേസെടുക്കാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ജാതീയമായ വേർതിരിവ് തുടരുന്ന സാഹചര്യത്തിൽ സർവകലാശാലകളിൽ ശക്തമായ പരിശോധനയും പരാതി പരിഹാര സെല്ലുകളും കൊണ്ടുവരാൻ സർക്കാർ തയ്യാറാകണമെന്നും ആവശ്യപ്പെട്ടു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 8 പതിറ്റാണ്ടിനു ശേഷവും കിട്ടാത്ത ഒരു ജനത അത് പട്ടിക വിഭാഗമാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ്. സർക്കാർ ഇരയോടൊപ്പമാണെന്ന് പറയുമ്പോഴും സവർണ വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന തിരക്കിലാണെന്നുകൂടി ലോചനൻ അമ്പാട്ട് പറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് PS സതീഷ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ TK ഷാജു, ശിവദാസൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം.